എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് തിങ്കളാഴ്ചത്തെ കാര്യമാണ് കാണിക്കുന്നത്. ഇന്ന് രാവിലെ 4 മണിയോടുകൂടി റൂബി കുഞ്ഞിന് അസ്വസ്ഥതകളായി. അങ്ങനെ ഞാൻ വിചാരിച്ച് ഇനി വയറിന് അസ്വസ്ഥതയാണെന്ന് വിചാരിച്ച് നമ്മുടെ പുറത്തേക്കുള്ള ഡോറെല്ലാം തുറന്നിട്ട് പുറത്തേക്ക് പോട്ടെ എന്ന് വിചാരിച്ച് പുല്ലൊക്കെ തിന്നണമെങ്കിൽ. പക്ഷെ അപ്പോഴും പുറത്തേക്ക് പോകണില്ല. വീണ്ടും അതിൻ്റെ ആ വാതിലിൻ്റെ അരികിൽ ഇരുന്നിട്ട് ഭയങ്കര അസ്വസ്ഥതകൾ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ചെവി ചൊറിയുന്നുണ്ട്. ഇവൾക്ക് ചെവിയെല്ലാം നമ്മൾ ടെസ്റ്റ് ചെയ്തായിരുന്നു വാക്സിനേഷൻ എടുക്കാൻ പോയി. അപ്പോൾ ചെവിയിൽ ഒരു ഇൻഫെക്ഷനും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവൾക്ക് ഭയങ്കര അലർജിയാണ്, എങ്ങനെയോ അലർജിയാണ് ഇവൾക്ക്. അതുകൊണ്ട് തന്നെ ചെവി ഭയങ്കര, നമ്മൾ ക്ലീൻ ചെയ്യാനുള്ള വൈപ്പും എല്ലാം ഉണ്ട്, ക്ലീൻ ചെയ്യുകയും ക്ലെൻസർ ഉണ്ട്, അത് ഇടയൊക്കെ ചെയ്യും. പക്ഷേ എങ്കിലും അവൾക്ക് എപ്പോഴും ഇതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനെ ആയിരുന്നു. അപ്പോൾ അതാണ് പപ്പ അവളെ പുറത്ത് കൊണ്ട് നടക്കണത് കേട്ടോ, എടുത്തുണ്ടൊക്കെ നടക്കണത്. അവളിങ്ങനെ ചെവിയൊക്കെ ചൊറിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കതച്ചിരിക്കും. അപ്പോൾ അതാണ് ആ കണ്ടത്. അപ്പോൾ ഇന്നില്ലേ പുട്ടും പഴവും തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ റിച്ചാർഡ് വന്നു കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമില്ലേ, ഒരാഴ്ച ആറായില്ലേ, പുട്ടും പഴവും തന്നെയാണ് ഉണ്ടാക്കണത് കേട്ടോ. ഒരു നിവർത്തിയില്ല, ഒരു ഫുഡ് മാറ്റി ഉണ്ടാക്കാനായിട്ടുള്ളൊരു ടൈമും കിട്ടുന്നില്ല, മൊത്തം തിരക്കാണ് ഇപ്പോൾ. അങ്ങനെ അപ്പോൾ ഇന്ന് പുട്ടുണ്ടാക്കിയതെന്ന് ഞാൻ വീഡിയോ കാണിച്ചില്ല. ഇപ്പം ഞാൻ ഉച്ചക്കുള്ള കറിയാണ് ചെയ്യണത് കേട്ടോ. ഒരിത്തിരി പരിപ്പ് ഉപയോഗിച്ചത് ഫ്രിഡ്ജിലുണ്ടായിരുന്നു. പിന്നെ ഇത്തിരി ഉരുളക്കിഴങ്ങ് കൂടിയിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഉരുളക്കിഴങ്ങും പരിപ്പും കൂടി ഇത്തിരി മുളകും മഞ്ഞളും ഇട്ട് താളിച്ചൊന്ന് എടുക്കുന്നതാണ്. അപ്പോൾ ഇന്നാണെങ്കിൽ നമ്മുടെ സാറ്റിനെ കൊച്ചിൻ്റെ മമ്മി രാവിലെ തന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പരിപ്പാണ് കേട്ടോ, ഫ്രിഡ്ജിൽ വെച്ച പരിപ്പാണ്. അതിൻ്റെ മീതലേക്ക് ഫ്രിഡ്ജിൽ ഞാൻ തലേദിവസം നമ്മൾ കറി ഉണ്ടാക്കിയതിൻ്റെ ബാക്കി പരിപ്പ്, അത് എൻ്റെ മീതിലേക്ക് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തിട്ടിട്ട് അത് ഒന്നിച്ചങ്ങോട്ട് ഇട്ടതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, കടുകൊക്കെ പൊട്ടിച്ചിട്ടാണ് ചെയ്യണത്. അപ്പോൾ ചാള വറുത്തതുകൊണ്ട് കേട്ടോ. അപ്പോൾ അത് രണ്ടും മതിയാകും ഊണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ സാറ്റ കൊച്ചിൻ്റെ മമ്മി എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് നമുക്ക് ഇന്ന് പുറത്ത് പോയിട്ടൊരു ലഞ്ച് കഴിക്കാമെന്ന് പറഞ്ഞ്. എന്നാൽ ശരി നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ഞാനും റിച്ചാർഡും ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി. പപ്പ പിന്നെ അങ്ങനെ വരില്ല. സാറ്റിനെ കൊച്ചും മമ്മിയും അവരുടെ വീട്ടിൽ നിന്ന് വന്നിട്ടാണ്. അങ്ങനെ ഞങ്ങൾ ആര്യാസ് പാർക്കിലാണ് പോയത്. കാരണം അധികം ദൂരത്തേക്ക് പോകണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വേഗം വീട്ടിലേക്ക് പോരാ. പക്ഷേ ആര്യാസ് പാർക്കിൽ ചെന്നിട്ട് നമ്മളൊരു വെജ് താലി മീൽ ഓർഡർ ചെയ്ത്, പക്ഷേ സംഭവം ഭയങ്കര ശോകമായി പോയി. അവിടെ ഗ്യാസും ഇല്ല, പണിക്കാരും ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കുറച്ച് കറികൾ മാത്രം, ആകെ ശോകാവസ്ഥയിൽ പോകുന്നു. ഒരു പായസം കഴിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് പായസവും ഇല്ല, ഒരു കാര്യങ്ങളും ഇല്ല അതിപ്പോൾ അവിടെ. അങ്ങനെ ഏതായാലും ചപ്പാത്തിയൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ ആര്യാസ് പാർക്കിൽ പോയി ഞങ്ങൾ കഴിക്കണത്, നല്ല വിഭവസമൃദ്ധമായ സദ്യ തന്നെ ഇരിക്കുള്ളൂ. പക്ഷേ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ തോപ്പുംപടിയിൽ ഫലൂദ നേഷനിൽ വന്നൊരു മധുരം കഴിക്കാമെന്നും പറഞ്ഞ് വന്ന് അങ്ങനെ ഓരോ ഫലൂദയൊക്കെ കഴിച്ച്. അപ്പം ഞങ്ങൾ 2 മമ്മിമാരും റിച്ചാർഡ് ഗിഫ്റ്റ് ചെയ്ത വാച്ചാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ 2 കൈയും കൂടി ചേർത്ത് വെച്ചൊരു ഫോട്ടോ എടുത്താണ്. മദേഴ്സ് ഡേക്ക് അവൻ തന്ന ഗിഫ്റ്റാണ്. എനിക്ക് ജെൻസിൻ്റെ വാച്ചും അതിൻ്റെ തന്നെ ലേഡീസിൻ്റെ വാച്ച്. അവിടുത്തെ മമ്മി ലേഡീസിൻ്റെ വാച്ചേ കിട്ടുള്ളൂ. അപ്പോൾ ലേഡീസിൻ്റെ വാച്ച് മമ്മിക്കുമായിട്ട് കൊടുത്താണ് കേട്ടോ. പിന്നെ റിച്ചാർഡ് രാത്രി വന്നിട്ട് പിന്നെ പുറത്തുനിന്ന് മേടിച്ചിട്ടൊക്കെയാണ് കഴിച്ചത്. ഇവിടെ ബിരിയാണി ഉണ്ട്, പക്ഷേ അത് വേണ്ട ആൾക്ക് പുറത്തുനിന്ന് മേടിക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അന്നത്തെ ദിവസം കൂടുതലൊന്നും വീഡിയോ എടുക്കാനോ ഒന്നും നേരം ഉണ്ടായിരുന്നില്ല. അങ്ങനെ പോയി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസത്തെ കാര്യമാണ് ഈ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ റിച്ചാർഡ് രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ തന്നെ ഫസ്റ്റ് ഞാൻ പാലെടുത്ത് കൊടുക്കുക. അപ്പോൾ അത് വെള്ളത്തിൽ വെച്ച് തണുപ്പിക്കണേ ഇരുന്ന്, കുറേ ഭയങ്കര ചൂടിൽ കഴിക്കൂല അങ്ങനെ. അപ്പോൾ വെള്ളത്തിൽ വെച്ച് തണുപ്പിച്ചിട്ട് പെട്ടെന്ന് അങ്ങോട്ട് കൊടുക്കണേണ് ഞാൻ കേട്ടോ. അപ്പോൾ രാവിലെ പാൽ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ പുട്ടും പഴവും ഇത്രയും ദിവസം ആക്കിയേക്കണത് കേട്ടോ. എനിക്ക് നേരവും ഒട്ടും തന്നെ ഇല്ല വേറെ ഇത്തിരി വെറൈറ്റി വെക്കാനുള്ള. വെറൈറ്റി വെച്ചാലും പുള്ളിക്ക് വേണ്ടതാനും പുട്ടും പഴമാണെങ്കിൽ വേഗം കഴിക്കുമല്ല. അപ്പോൾ അതേ രാവിലെ തന്നെയല്ലേ നമ്മൾക്ക് വരാനുണ്ടായിരുന്ന ഫർണിച്ചറിൻ്റെ സാധനങ്ങൾ ഇതേ വന്നിട്ട്. അപ്പോൾ ഈ ഒരു ലോണ്ട്രി ബാസ്ക്കറ്റിൻ്റെ വില 450 രൂപയാണ് കേട്ടോ. ഇതൊക്കെ പുറത്തിതിനേലും വില കൂടുതലുണ്ടാകും എന്തായാലും. അപ്പോൾ അത് 450. അതൊക്കെ നമ്മൾ നേരത്തെ തന്നെ ഓർഡർ ചെയ്തിട്ടിരുന്നതാണ്. അവർ ലോഡ് ചെയ്തപ്പോഴത്തേക്ക് എടുത്ത് വെക്കാൻ പറഞ്ഞ സാധനങ്ങളാണ് ഇപ്പോൾ വന്നേക്കണത്. ഇതൊരു ബെഡ്ഷീറ്റ് അവർ നമുക്ക് ഫ്രീ ഗിഫ്റ്റ് ചെയ്തതാണ്, അതും എടുത്തു വെച്ചിട്ടുണ്ടാകുന്നില്ല. അപ്പോൾ അത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ 3 പില്ലോ കൂടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 പില്ലോ നമ്മുടെ കിടക്കയുടെ ഒപ്പം ഫ്രീ ആയിട്ടുള്ളതാണ്, അതിനെ കൂടി ഉള്ളതാണ്. പിന്നെ എക്സ്ട്രാ 3 പറഞ്ഞത് കൊണ്ടുവന്നിട്ടുണ്ട് അതിന്. അപ്പോൾ ഈ പില്ലോന് ഒരെണ്ണത്തിന് എനിക്ക് തോന്നുന്നത് 420 രൂപയായിരുന്നു തോന്നുന്നത്, അല്ലെങ്കിൽ 450 ആണെന്നൊരു സംശയമുണ്ട് എനിക്ക്, ഞാൻ ഓർക്കണില്ല. അങ്ങനെ 3 പില്ലോയും
പിന്നെ ഈ ഒരു ഷൂറാക്ക് മുകളിൽ നമ്മളൊരു ഷൂറാക്ക് വെച്ചിട്ടുണ്ട്. അത് കുട്ടികളുടെ മുറിയിൽ റിച്ചാർഡിനൊക്കെ വെക്കാനായിട്ടുള്ള ഷൂസും ചെരുപ്പൊക്കെ. ഇത് നമ്മുടെ താഴെ ഉപയോഗത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഫ്രണ്ടിൽ നമുക്ക് കാറ്റ് കയറാനും ചെരുപ്പൊക്കെ പൂപ്പൽ പിടിക്കാതിരിക്കാനായിട്ട്. എന്നിട്ട് അതിൽ നെറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ, മെഷ് അടിച്ചിട്ടുണ്ട് ഉള്ളിൽ. അപ്പോൾ വേറെ പാറ്റൊന്നും കയറില്ല. അങ്ങനെ ഷൂസൊക്കെ ഞാൻ വേഗം കൊണ്ടുപോയിട്ട് നിരത്തി വെച്ചിട്ടാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ സൗകര്യം. പിന്നെ അതിൻ്റെ മീതിൽ നമുക്ക് ഇപ്പോൾ ഹെൽമെറ്റൊക്കെ കഴിച്ചിട്ട് പെട്ടെന്ന് കൊണ്ടൊന്ന് വെക്കാനുള്ള ഒരു സ്പേസുമായി. അപ്പോൾ ഷൂറാക്കിന് 4200 രൂപയാണ് കേട്ടോ. 4200 ആണ് വില. അപ്പോൾ അതിപ്പോൾ നമ്മൾ 2 മേടിച്ചിട്ടുണ്ട്. 2 അടിപൊളിയാണ് കേട്ടോ. ഒരേ പാറ്റേൺ തന്നെയാണ് കേട്ടോ അവിടെ ഉള്ളത്, ഷൂറാക്കല്ല. അപ്പോൾ ഇത് രാവിലെ തന്നെ ഒരു 7 മണിയായപ്പോഴത്തേക്ക് 7:30 കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം ചോറ് വെക്കാൻ പോയി. ബിരിയാണി ഫ്രിഡ്ജിലുണ്ട്. അപ്പോൾ റിച്ചാർഡ് പറഞ്ഞിട്ടുണ്ട്, റിച്ചാർഡ് ഇന്ന് ചെക്കപ്പുള്ള ദിവസമാണ്. അപ്പോൾ ചെക്കപ്പിന് പോയി കഴിഞ്ഞ് വന്നിട്ട് വീട്ടിൽ നിന്ന് ബിരിയാണിയെ കഴിക്കുള്ളൂ, പുറത്തുനിന്നൊന്നും കഴിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബിരിയാണി മതി എന്നുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കറികൾ വെച്ചാൽ മതി. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് ഇത്തിരി അച്ചിങ്ങ ഉള്ളതൊന്ന് മെഴുക്ക് പുരട്ടി ആക്കി എടുക്കണം. ഉപ്പുമീൻ നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ട്. അതായത് വെറുതെ മുളകിടാതെ വെറുതെ ഉപ്പുമീൻ വറുത്ത് വെച്ചിട്ടുണ്ട്. ആ ഉപ്പുമീനൊന്ന് ചതച്ച് എടുത്തു കഴിഞ്ഞാൽ, മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സവാള മുപ്പിച്ചതിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് വേറെ ഒന്നും ചെയ്യാനില്ല. ഉപ്പുമീൻ വറുത്തിരിക്കണമല്ലേ, വേറെ ഒന്നും ചെയ്യാനില്ല, എളുപ്പപ്പണിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് അതിനധികം സമയം വേണ്ടല്ല, അന്ന് പിന്നെ വേഗം വീട് അടിച്ച് തുടച്ചൊക്കെ ഒന്ന് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ചൂല് അവിടുന്ന് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത് 170 രൂപ ഒരു ചൂലിന്. അങ്ങനെ 2 ചൂല് നമ്മൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ചൂലിൻ്റെ നല്ല വീതിയുള്ളതുകൊണ്ട് തന്നെ ഇത്തിരി വെയിറ്റും ഉണ്ട്. ഒരുപാട് ഇങ്ങനെ വീതിയിൽ അത്രയും നിൽക്കുന്ന. അപ്പോൾ നമുക്ക് ഒരു ഭാഗം മൊത്തത്തിൽ വേഗം അങ്ങോട്ട് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ചൂല്, ഇത്രയും വീതിയുള്ളൊരു ചൂല് ഞങ്ങളുടെ നാട്ടിൽ കണ്ടിട്ടില്ല. അങ്ങനെ അത്രയും വീതി കണ്ടു കഴിഞ്ഞതുകൊണ്ടാണ് ഞാൻ 2 ഒന്നിച്ച് മേടിച്ചുകൊണ്ട് പോകുന്നത്. ഇത് തീർന്നാലും അടുത്തെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ചൂലൊക്കെ അടിപൊളിയാണ് കേട്ടോ. പിന്നെ തുണികൾ വിരിക്കാനും മടക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. കുറേ അധികം തുണികൾ വാഷ് ചെയ്തിട്ടിട്ട് 2 ബാച്ചിൻ്റെ തുണി കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ തുണി മടക്കാൻ ഒരുപാടുണ്ടായിരുന്നു. അതുമൊക്കെ ചെയ്തൊക്കെ വെച്ച് അതിനുശേഷം സാവധാനമാണ് വന്നിട്ട് ഉച്ചക്കുള്ള പാചകം ചെയ്ത് അച്ചിങ്ങ മെഴുക്ക് പുരട്ടിയും ഉപ്പുമീൻ വറുത്തതും ഒരു മോരും കൂടി ഒന്ന് കാച്ചണില്ല, പച്ചമോര് ഉള്ളിയൊക്കെ ചതച്ചിട്ട് അത് നല്ല ഇഷ്ടമാണ്. അപ്പോൾ തൈരുണ്ട്. അപ്പോൾ അങ്ങനെ മോരാക്കി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പപ്പയ്ക്ക് ഇഷ്ടമാണ്. പപ്പയ്ക്ക് ഇങ്ങനെ തൈര് ഒഴിച്ച് തിന്നാൻ ഇഷ്ടമല്ല, എപ്പോഴും ലൂസായിട്ടുള്ളത് ചാറ് പോലെ ഒഴിച്ച് തിന്നതാണ് ഇഷ്ടം. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ കല്യാണത്തിൻ്റെ ഡേറ്റ് ഏതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ കമൻസിലൂടെ നിങ്ങൾ ഒരുപാട് അനുഗ്രഹങ്ങളും വിഷസും എല്ലാം തന്നിട്ടുണ്ടായിരുന്നു. എനിക്കൊരുപാട് സന്തോഷം തോന്നി. കാരണം നമ്മുടെ വീട്ടിലെ കുട്ടിയുടെ ഒരു കല്യാണം ആണ് എന്നുള്ളൊരു ഫീലാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും എന്നായിരുന്നു കമൻസിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ പാരൻസ് കുട്ടികളോടൊപ്പം തന്നെ പ്രീകാന കോഴ്സിൽ പങ്കെടുത്തതൊക്കെ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കമൻറ്റ് ബോക്സിൽ ഒരു കുട്ടി കയറിയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി എങ്ങനെയാണ് നിങ്ങളുടെ പ്രീകാന കോഴ്സിൽ അന്യജാതിക്കാർക്ക് കടക്കാൻ പറ്റുക, അത് അങ്ങനെ ചെയ്യാമോ എന്നുള്ളത്. അങ്ങനത്തെ ഒരു കാര്യങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല. പള്ളിയിലങ്ങനെ അത് പുറത്തുനിന്ന് വേറെ ആളുകളൊക്കെ കയറ്റിയതായിട്ട് എനിക്കറിയില്ല. ഇനി അത് അന്വേഷിക്കണം അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. കാരണം അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ ഒരു ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമ്മളെ ബാധിക്കുന്നത്, നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് അവർ ഓരോരുത്തർ വന്ന് നമ്മുടെ മക്കൾക്ക് ക്ലാസ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനകത്ത് എങ്ങനെയാണ് നമ്മളുടെ സാമ്പത്തിക ഭദ്രത കൊണ്ടുപോകേണ്ടത്, അത് എങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഏതൊരു ജോലിക്കാർക്കും അവർക്ക് കിട്ടുന്ന വരുമാനം വെച്ചിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണ്. പിന്നെ നമ്മളുടെ വീട്ടിൽ സഹോദരങ്ങളുണ്ടാകും, അവിടെയും ഇവിടെയും സഹോദരങ്ങളുണ്ടാകും, മാതാപിതാക്കളുണ്ടാകും. അപ്പോൾ അവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്. അപ്പോൾ അച്ഛനൊരു കാര്യം പറഞ്ഞത് ഞാനിതിൽ പറഞ്ഞു തരാം. അപ്പം ഞാനേ ഈ സവാള കൊത്തിരിയണത് നമ്മളുടെ ഇത് ഉപ്പുമീൻ വറുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുറച്ചധികം സവാള ഇട്ടിട്ട് വറുക്കുള്ളൂ. ചെറിയ ഉള്ളി ആണെങ്കിൽ അതാണ് നല്ലത്. ചെറിയ ഉള്ളി ഞാൻ എടുത്തില്ല, സവാള തന്നെ നമ്മുടെ ചോപ്പറിൽ. ഇപ്പോൾ റയൻ പോയതുകൊണ്ടില്ലേ ചോപ്പർ ഇപ്പോൾ എടുക്കണേ ഇല്ല. റയൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണല്ലോ ചോപ്പറിൽ ചെയ്യാൻ. റയനെ ഓർക്കും ഈ ചോപ്പർ എടുക്കുമ്പോൾ ഒരു സങ്കടമാണ്, റയൻ ഇല്ലല്ല എന്നുള്ളൊരു വിഷമമാണ്. അപ്പോൾ അങ്ങനെ റയൻ പോയതിന് ശേഷം ഞാൻ ഇപ്പോഴാണ് ചോപ്പർ എടുത്തത്. ഈ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ചോപ്പർ എടുത്തേക്കണത്. എടുത്തപ്പോഴും അവനെ ഓർത്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ പ്രീകാന കോഴ്സിൽ അച്ഛൻ ഞങ്ങൾക്ക് തന്ന ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യം പറഞ്ഞു തരാം. നിങ്ങൾക്കും അത് കേൾക്കുമ്പോൾ അത് നന്നായി തോന്നുമെന്ന് എനിക്ക്
തോന്നുന്നു. അതുകൊണ്ടാണ് കേട്ടോ പറയണത്. അച്ഛൻ പറഞ്ഞ ഇത്രയാണ്, ഇതൊരു റിലേ പോലെയാണ് നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത്. ഈ ബാറ്റൺ കൈമാറി നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നമ്മളുടെ കാരണന്മാർ, അതിൻ്റെ കാരണന്മാർ, അതിൻ്റെ അപ്പുറത്ത് ഇങ്ങനെ ബാറ്റൺ കൈമാറി ഇപ്പം നമ്മളുടെ കയ്യിലേക്ക് തന്നേക്കുക. അപ്പോൾ ഈ ബാറ്റൺ നമ്മളുടെ കയ്യിൽ നിന്ന് നമ്മളിപ്പോൾ അടുത്ത ആളിലേക്ക് കൊടുക്കാൻ പോകണം. ഈ ബാറ്റൺ കൈമാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിലേയിൽ ഈ വടി അടുത്ത ആളുടെ കയ്യിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ കൊടുക്കുന്ന ആൾ പിന്നെ അതിൻ്റെ പുറകെ കിടന്ന് ഓടേണ്ട ഒരു കാര്യമില്ല. പിന്നെ അടുത്ത ആളിൻ്റെ ഉത്തരവാദിത്വമാണ് ഈ വടി അടുത്തവൻ്റെ കയ്യിൽ എത്രയും പെട്ടെന്ന് എത്തിക്കുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ പുറകെ ബാറ്റൺ കയ്യിൽ നിന്ന് പോയ ആളുകൾ പുറകെ ഓടേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങളുടെ ബാറ്റൺ, നിങ്ങളുടെ മക്കൾ, അത് അവരെ ഒരു ഫാമിലിയാക്കി നിങ്ങളങ്ങോട്ട് കൊടുത്ത് ഇനി നിങ്ങൾ അവരുടെ പുറകെ കിടന്ന് ഓടരുത്. നിങ്ങളുടെ ഡ്യൂട്ടി ഇവിടെ കഴിഞ്ഞ് ഇനി അവരെ ഉപദേശിക്കാനും നേർവഴിക്ക് നടത്താനോ ഒന്നും നിങ്ങൾ നടക്കണ്ട. നിങ്ങൾ മാറി നിന്നിട്ട് റെസ്റ്റ് എടുക്കുക എന്നാണ് അച്ഛൻ പറഞ്ഞത്. കാരണം കൂടുതൽ മക്കളോടുള്ള ഇടപെടലുകൾ വിവാഹത്തിന് ശേഷവും തുടർന്ന് പോകുമ്പോഴാണ്. വിവാഹം വരെ നമ്മൾ ഭയങ്കര ഇടപെടലായിരിക്കുള്ളൂ മക്കളുടെ കാര്യത്തിൽ. അപ്പോൾ വീണ്ടും ഇടപെടലുകൾ കൂടിക്കഴിയുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അവർക്കറിയാം അവർ എന്തെല്ലാം നമ്മളെക്കാളും കൂടുതലിപ്പോൾ അവർ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. നമുക്ക് ഒരുപാട് പുതിയ പ്ലാറ്റ്ഫോമുകൾ കിട്ടുന്നുണ്ട് കാര്യങ്ങൾ അറിയാനും. പണ്ടത്തെ പോലെയല്ല, ജീവിത ശൈലികളും ഒക്കെ മാറിക്കഴിഞ്ഞ്. അപ്പോൾ പഴയ ജീവിതശൈലി വെച്ചിട്ട് അവരുടെ പിന്നാലെ നിങ്ങൾ ദയവ് ചെയ്ത് ഓടല്ലേ എന്നാണ് അച്ഛൻ പറഞ്ഞത്. ബാറ്റൺ കൈമാറി കഴിഞ്ഞാൽ നിങ്ങൾ വിശ്രമിക്കാനുള്ള സമയമാണ്. അപ്പോൾ അത് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ലൈഫിലും നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലും ഒരു സന്തോഷമൊക്കെ വരും. കുട്ടികളും സേഫായിട്ടിരിക്കും. അപ്പോൾ അങ്ങനെ കുറേ ഉപദേശങ്ങളാണ് അച്ഛൻ തന്നിട്ട്. ഒരുപാട് നല്ല ഉപദേശങ്ങളൊക്കെ അച്ഛൻ തന്നു കേട്ടോ. വിദേശ രാജ്യങ്ങളിൽ നിങ്ങൾ ചെന്ന് കാണണം കുട്ടികൾ എങ്ങനെയാണ് അവിടെ വളരുന്നതെന്നുള്ളത്. ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ മാതാപിതാക്കൾക്ക് ഉത്തരവാദിത്വമില്ല, പിന്നെ അവരുടെ ഉത്തരവാദിത്വം അവർക്ക് തന്നെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളും അങ്ങനെയുള്ള ജീവിതങ്ങളും ഒക്കെ നമ്മളൊന്നും മനസ്സിലാക്കിയിട്ട് വേണം ഇവരുടെ പുറകെ കിടന്ന് ഓടാൻ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ്. മനുഷ്യനല്ലാത്ത വേറെ ഏത് ജീവജാലങ്ങളായാലും കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആ കുഞ്ഞ് എഴുന്നേറ്റ് നിൽക്കുകയും നടക്കുകയും അമ്മയുടെ പാല് കുടിക്കാനായിട്ട് നമ്മളൊന്നും ചെയ്യേണ്ട, അവർ ചെന്ന് കുടിച്ചോളും. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഒന്ന് കണ്ണ് തുറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി നടന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഈ അമ്മ ഈ കുഞ്ഞിനെ അങ്ങോട്ട് അകത്തി നിർത്തണേണ്. പിന്നെ അങ്ങനെ വലിയ ഒരു അറ്റാച്ച്മെൻറ്റ് അമ്മയും കുഞ്ഞും തമ്മിൽ കാണിക്കൂല. അപ്പോൾ അങ്ങനെയാണ് പ്രകൃതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മളുടെ മനുഷ്യ കുഞ്ഞുങ്ങളെ മാത്രം എത്ര വലുതായാലും വിവാഹം കഴിച്ച് വിട്ടാലും മാതാപിതാക്കൾക്ക് അവരുടെ പുറകെ നടന്ന് അവരുടെ തെറ്റ് തിരുത്തുക, അവരെ ശരിയാക്കി എടുക്കാനാണ് വീണ്ടും ശ്രമം നടക്കുന്നത്. അപ്പം നിങ്ങൾ അങ്ങനത്തെ ഒരു ശ്രമത്തിന് പോകാതിരിക്കുക എന്ന് അച്ഛൻ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾക്ക്, കാരണം അവർക്ക് ഒരുപാട് കേസസ് അവിടെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ ഇതുപോലെയുള്ള കോഴ്സുകൾ വെച്ചതും ഒത്തിരി പ്രശ്നങ്ങൾ അവർ കൈകാര്യം ചെയ്ത് അറിഞ്ഞത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ക്ലാസ്സുകളാണ് നല്ലതാണ് സംഭവം കേൾക്കാനൊക്കെ. പിന്നെ അതൊക്കെ പ്രാവർത്തികമാക്കുന്നത് ഓരോ സാഹചര്യം അനുസരിച്ചാണ്. ഇന്ന് കാണുന്ന പ്രോബ്ലം അല്ല നാളെ ഉണ്ടാകുന്നത് ഒരു വിവാഹ ജീവിതത്തിൽ. അപ്പം നമ്മൾ വിചാരിക്കുമോ ഇന്നത്തെ കുറച്ച് വിവാഹ ജീവിതങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ട് അപ്പോൾ അത് നമ്മളുടെ ലൈഫിലുണ്ടാവരുത്. പക്ഷെ അതായിരിക്കില്ല, അതിൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സംഭവം ആയിരിക്കുള്ളൂ പുതിയ ഒരാൾക്കുണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ കോഴ്സുകളും ഇതൊന്നും അറ്റൻഡ് ചെയ്തില്ലെങ്കിലും വളരെ ഭംഗിയായിട്ട് ജീവിക്കുന്ന ഒരുപാട് ദമ്പതികളുണ്ട്. ഈ കോഴ്സുകളൊക്കെ അറ്റൻഡ് ചെയ്ത് ഒരു മാസം മുമ്പ് തന്നെ ഡിവോഴ്സ് ആകുന്ന ആളുകളുമുണ്ട്. അപ്പോൾ ഇതും അങ്ങനെ ബന്ധപ്പെട്ട് കിടക്കില്ല. അതൊക്കെ നമ്മളുടെ ഒരു മിടുക്കാണ് കാര്യങ്ങളങ്ങനെ കൊണ്ടുപോകണമെന്നുള്ളത്. അതെല്ലാവരും ഒന്നിച്ച് അതിനോട് സഹകരിച്ചാലേ അവരുടെ ലൈഫ് ശരിയാകുള്ളൂ. പുതിയ ഒരു കപ്പിളിൻ്റെ ലൈഫ് എന്ന് പറയുമ്പോഴത്തേക്കും കൂടെയുള്ളവർ കൂടി നല്ല രീതിയിൽ സഹകരിച്ചാലേ അത് സക്സസ് ആകുള്ളൂ. അപ്പോൾ അതെല്ലാം കൂടി ചേർന്നിട്ടുള്ളൊരു കൂട്ടായ്മ തന്നെയാണ് ഈ വിജയം എന്നൊക്കെ പറയണത്. അപ്പോൾ അതൊക്കെ വരണ കാര്യങ്ങളൊക്കെ വരട്ടെ. എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഏതായാലും കോഴ്സുകൾ എല്ലാം നമ്മൾ കൂടിയിട്ടുണ്ട്. ഇപ്പം ഞാനും ഒക്കെ വിവാഹം കഴിയത്തിന് മുൻപ് 3 ദിവസം ഈ സെയിം സ്ഥലത്ത് തന്നെയാണ് അവിടെ നിന്നിട്ട് കൂടണം, വീട്ടിലേക്ക് പോരാൻ പാടില്ല. 2 രാത്രിയും 3 പകലും അവിടെ സ്റ്റേ ആണ്. അപ്പോൾ അങ്ങനെ അവിടെ നിന്നാണ് ഞാനൊക്കെ കോഴ്സ് കഴിഞ്ഞ് വന്നത്. അന്നൊന്നും മാതാപിതാക്കൾക്കുള്ള കോഴ്സൊന്നുമില്ല, ഞങ്ങളുടെ കപ്പിൾസിന് മാത്രമേ ഉള്ളൂ. അന്ന് ജാക്സനൊന്നും എൻ്റെ കൂടെ ഉണ്ടായിട്ടില്ല. ഞാൻ
ഒറ്റക്ക് തന്നെയാണ് കോഴ്സിന് പോയിട്ടുള്ളത്. ഇപ്പോൾ ഇവർ രണ്ടുപേരും കൂടിയാണ് പോയത്. അങ്ങനെയുള്ള സാഹചര്യമുള്ളവർ രണ്ടുപേരും കൂടി പോകും. പപ്പ ഉണ്ടാകാഞ്ഞതുകൊണ്ട് ഞാൻ ഒറ്റക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പ്രീ-കാന കോഴ്സിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഉപ്പുമീനൊക്കെ സെറ്റായിട്ടുള്ളൂ. ഉപ്പുമീൻ വറുത്ത് വെച്ചേക്കണത് മിക്സിയിലൊന്ന് ചതച്ചെടുത്തിട്ടാണ് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഒരു സ്മെല്ലൊന്നും വരില്ല, വറുക്കണ സ്മെല്ല്. ഇവിടെ റിച്ചാണ് ഇതിൻ്റെ സ്മെല്ലൊന്നും കേൾക്കണ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാനിത് നേരത്തെ തന്നെ വറുത്ത് റെഡിയാക്കി വെച്ചേക്കണമുണ്ട് ആ മണമൊന്നും അവന് കേൾക്കേണ്ട ആവശ്യം. അല്ലെന്നുണ്ടെങ്കിൽ അവൻ അരിശം അയ്യോ എന്താണ് ഇങ്ങനത്തെ മണം, അവന് ഇതൊന്നും കഴിക്കൂലല്ലോ. അപ്പോൾ അങ്ങനെ സ്മെല്ലൊന്നുമില്ല, നല്ലൊരു സ്മെല്ല് തന്നെയുണ്ട് ഉപ്പുമീൻ്റെ. പിന്നെ അച്ചിങ്ങ ഇന്ന് ഞാൻ എല്ലാം കൂടി പുരട്ടിയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത്തിരി സവാളയും വെളുത്തുള്ളിയും വറ്റൽമുളക്, അതായത് ക്രഷ്ഡ് ചില്ലി, ഉപ്പ് അത്രയും ചേർത്തിട്ട് എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇറക്കുമ്പോഴത്തേക്ക് ഒരു ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇറക്കുക. അത് നല്ല ടേസ്റ്റാണ്. താളിക്കാത്ത കറി അത് നല്ല ടേസ്റ്റാണ്. അത് ഹെൽത്തിയുമാണ് കൂടുതൽ. പിന്നെ നമ്മളുടെ റൂബി കുഞ്ഞിൻ്റെ ചിക്കൻ തണുപ്പ് മാറാനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടി ഒന്ന് മഞ്ഞളിട്ട് അത് വേവിച്ചെടുത്ത്. ഇനിയിപ്പോൾ ഇന്ന് റിച്ചാർഡ് ഇത് ഉച്ചക്ക് ബിരിയാണി കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് റിച്ചാർഡിന് വേണ്ടിയിട്ടൊന്നും ഉണ്ടാക്കണ്ട. ബിരിയാണി ഞാനെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ബിരിയാണിയുടെ ചിക്കൻ ഒന്നും ഇപ്പോൾ വേണ്ട, നേരത്തെയൊക്കെ അത് കഴിക്കുമായിരുന്നു. ഇപ്പോൾ ചിക്കൻ വളരെ കുറവ് കഴിച്ചിട്ട് ആ റൈസ് മാത്രം കഴിക്കുന്ന ആൾ. അപ്പോൾ അങ്ങനെ ചിക്കൻ കുറച്ച് പീസസ് ഇനിയും ബാക്കിയുണ്ട് ബിരിയാണിയുടെ. ബാക്കിയുള്ളത് റൈസ് ഇന്നത്തതോട് തീർന്ന്. ഇപ്പോൾ വന്നന്ന് വെച്ചതായിരുന്നു. അവൻ കഴിക്കാതെ അവനിപ്പോൾ പോയിക്കൊണ്ടിരുന്ന് വെച്ചതാണല്ലോ പ്രീക്കാനൊക്കെ. അപ്പോൾ രാത്രിയും പുറത്തുനിന്ന് കഴിച്ചിട്ട് അവൻ അതുകൊണ്ട് കഴിക്കാതെ അങ്ങനെ വെച്ചിരുന്നത് ഇപ്പോൾ ഇന്നാണ് തീർന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത്തിരി പപ്പടവും കൂടി ബിരിയാണിക്ക് വേണ്ടിയിട്ട് വറുത്ത് ഇപ്പോൾ കൂട്ടത്തിൽ ഞങ്ങൾക്കും കഴിക്കാം. പിന്നെ സവാള ഒന്ന് ഉപ്പും വിനാഗിരി ഇട്ടിട്ട് അതൊന്ന് നല്ല രീതിയിൽ ഞെരടിയെടുത്ത് അതും കൂടി അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അച്ചാറും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമയമായപ്പോഴത്തേക്കും ഫെറിബോയി അവനും കൂടി പോയിട്ടൊക്കെ തിരിച്ചു വന്നിട്ട്, അപ്പോൾ പോയിട്ട് തിരിച്ചു വന്നു കഴിയുമ്പോഴത്തേക്കും എന്തോ എന്തോ ഒരു സംഭവം അവിടെ ഒരു പുതിയ കടയൊക്കെയാണെന്ന് പറയണ്ടായിരുന്നു. അവിടെ നിന്ന് അത് ഫെറിബോയ്ക്ക് അറിയാവുന്നൊരു ഷോപ്പാണ്. അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് ഈ ഒരു മാംഗോൻ്റെ എന്തോ കഴിച്ച് പിന്നെ എന്തോ മിൽക്ക് ഷേക്ക് പോലത്തെ എന്തോ സാധനമൊക്കെ കഴിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ആൾ കിടന്ന് ഉറങ്ങിപ്പോയി. ഭയങ്കര ടയേർഡാണ്, ഇത്രയും ഓട്ടോ ഇരുന്നല്ലോ എല്ലാ ദിവസവും. അപ്പോൾ അങ്ങനെ ഉറക്കത്തിൽ നിന്ന് വിളിച്ച് ഞാൻ എഴുന്നേൽപ്പിച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല ആൾ. അപ്പോൾ എടുത്തൊക്കെ വെച്ച് അപ്പോൾ വന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വേഗം ഒന്ന് മൂടിയും വെച്ചിട്ടാ. അങ്ങനെ ഉച്ചക്കുള്ള കാര്യങ്ങൾ കഴിഞ്ഞ് റിച്ചാർഡ് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നിട്ട് കഴിച്ചിട്ടാ. പിന്നെ ഈ കാണുന്നത് വൈകുന്നേരം ഞാനും ഗിൽഡയും കൂടി എൻ്റെ ബ്ലൗസ് തുന്നിക്കാൻ കൊടുക്കാൻ പോയ സീനാണ്. ബ്ലൗസ് തുന്നിക്കാൻ ഗിൽഡയും ഞാനും കൂടി പോയി തിരിച്ച് വന്നപ്പോഴത്തേക്കും തൊട്ടടുത്ത് തന്നെ കടയാണ്. ഭയങ്കര മഴ, ഇപ്പോൾ എന്തൊരു മഴയാണ്. അവസാനം അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ചാൽ വന്നത്. അപ്പോൾ ഗിൽഡയുടെ കൂടെ ഞാൻ സ്കൂട്ടറിൻ്റെ പിന്നിൽ യാത്രയില്ല, ഗിൽഡ സ്കൂട്ടറിലുള്ള വന്നത്. അപ്പോൾ സ്കൂട്ടർ കയറാത്തതുകൊണ്ട് അങ്ങനെ നടന്നാണ് പോയിട്ടുണ്ട്. അപ്പോൾ തിരിച്ച് വന്നപ്പോഴത്തേക്കും ഏതായാലും മഴയത്ത് കുടയൊന്നുമില്ല, കുട പിടിച്ചാലും നമുക്ക് വഴി കൂടി നടക്കാൻ പറ്റില്ല, അത്രയും മഴയായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി തിരിച്ചു പോകുന്നതാണ് കണ്ടത്. ഗിൽഡയും ഫുള്ള് നനഞ്ഞാണ് തിരിച്ചു പോയത് വീട്ടിലേക്ക്. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് റിച്ചാർഡിന് ഒരാഗ്രഹം, പപ്പക്ക് ഇത് പൊറോട്ടയും ബീഫ് കറിയും മേടിച്ചു കൊടുക്കണം. അപ്പോൾ റിച്ചാർഡിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞതാണ് പുറത്തുനിന്ന് മേടിക്കണ്ട, കാരണം നമ്മളിപ്പോൾ ആര്യാസ് പാർക്കിൽ പോയിട്ടുള്ള സീൻ കണ്ടല്ല, ഒരു സാധനമില്ല അവിടെ കഴിക്കാനായിട്ട്. ഈ ഗ്യാസിന് ഇങ്ങനെ ഡിമാൻഡ് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഹോട്ടലുകളെല്ലാം എല്ലാത്തിനും വില കൂട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ടേസ്റ്റ് കുറച്ചിട്ടുണ്ട്, ഒട്ടും ടേസ്റ്റ് ഇല്ലായിരുന്നു. പിന്നെ പൊറോട്ട ബീഫ് പപ്പട ഒരു വികാരമാണ്, അതുകൊണ്ടാണ് റിച്ചാർഡ് മേടിച്ച് കൊടുത്തത്. പപ്പ അങ്ങനെ പുറത്തുനിന്ന് കഴിക്കാറില്ല, എങ്കിൽ തന്നെയും മേടിച്ച് കൊടുക്കുമ്പോൾ അത് കഴിക്കുന്നുണ്ടായിരുന്നു. നേരത്തെയും പൊറോട്ടയും ബീഫും നമ്മൾ ഇടയ്ക്ക് മേടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഓർമ്മക്കാണ് അവൻ മേടിച്ചത്, പക്ഷെ ഒട്ടും തന്നെ കൊള്ളില്ലായിരുന്നു. പിന്നെ അവനെന്തോ ചില്ലി ചിക്കൻ അങ്ങനെ എന്തോ കുറച്ച് അതും കൊള്ളില്ലായിരുന്നു. എല്ലിൻ്റെ പീസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് എല്ല് ഒന്നും റിച്ചാർഡിന് ഇഷ്ടമല്ല. അപ്പോൾ അതും അവന് ഒട്ടും ഇഷ്ടപ്പെടാതെ കഴിച്ചാൽ മതി. ഇനി ഒന്നും ഓർഡർ ചെയ്യില്ലേ, നമ്മുടെ പൈസ പോകുള്ളൂ. ഒരുപാട് പൈസയുമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊന്നും വേണ്ട, എനിക്ക് നല്ല കറികൾ ഇവിടെയുണ്ട്, ഞാൻ അത് കൂട്ടി കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്കായിട്ടൊന്നും മേടിച്ചില്ല. പിന്നെ ഇതിനകത്ത് നിന്നൊക്കെ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു ടേസ്റ്റ് ചെയ്യാൻ, അപ്പോൾ എനിക്ക് രണ്ടും ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ രാത്രി ആയപ്പോഴത്തേക്കും അവന് ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് ഒരു ഈ സ്പീക്കറില്ലേ ബോട്ടിൻ്റെ, അത് വേണം. കാരണം ഇവൻ്റെ ബോട്ടിൻ്റെ രണ്ട് സ്പീക്കർ ഇവിടെ ഉണ്ട്. അതിൽ ഒരെണ്ണം റോജൻ്റെ കയ്യിലും പിന്നെ ഒരെണ്ണം എനിക്ക് തോന്നുന്നു ഇവന് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇത് പുതിയത് മേടിച്ചതാണ് കേട്ടോ. അത് രാത്രി മേടിച്ചതാണ്, ഒരു 10 മണി എന്തോ ആയപ്പോഴത്തേക്കും മേടിച്ചതായിരുന്നു. അതിനോടൊപ്പം പാലും ഒരു ടൊമാറ്റോ കെച്ചപ്പും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ബുധൻ മുതൽ ശനി വരെ റിച്ചാർഡ് ജോലി സംബന്ധമായിട്ടുള്ള ഒരു കോഴ്സിന് അറ്റൻഡ് ചെയ്യണം. അപ്പോൾ അത് 5 ദിവസത്തെ കോഴ്സ്, അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത ഷോപ്പിംഗ് ഒക്കെ തുടങ്ങുള്ളൂ. അപ്പോൾ ഇത്രയും ഉണ്ടാകുന്നുള്ളൂ. വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. നാളെ വീണ്ടും കാണാം. താങ്ക് യു.